ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ് കേട്ടോ. ആലുവയിൽ ഒരു സലൂണിലാണ് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് വന്നേക്കണത്. കുറച്ച് നീളം കൂടിയ സ്ക്രൂ ഡ്രൈവർ വേണമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്, പക്ഷേ ബാഗിൽ എത്തണില്ല. ഇവിടെ മുന്നേ ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ക്യാമറ ഞാൻ പർച്ചേസ് ചെയ്ത ക്യാമറ അല്ല, ഇത് കസ്റ്റമർ തന്നെ പർച്ചേസ് ചെയ്തേക്കുന്ന ക്യാമറയാണ്. ക്യൂബോ എന്നാണ് ഈ ക്യാമറയുടെ ബ്രാൻഡ് നെയിം വന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലത്തുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വിത്തൗട്ട് വാറണ്ടി 360 പാൻറ്റിൽറ്റ് ക്യാമറ അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് പരസ്യം കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലുള്ള ചാനലിൽ നിന്ന് കസ്റ്റമർ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു ക്യാമറ ഉണ്ടത്. ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഏതാണ്ട് 3000-2800 വില വന്ന ക്യാമറയാണ്. അത് വിത്തൗട്ട് വാറണ്ടിയിൽ നമുക്ക് ഒരു 1500 രൂപയ്ക്കൊക്കെ കിട്ടണം. 5 വോൾട്ട് DC-യിലാണ് ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യണത്. അതിന്റെ പോർട്ടാണ് മൈക്രോ USB പോർട്ടും, പിന്നെ റീസെറ്റ് സ്വിച്ച് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വെറുതെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സ്പീക്കർ ഉണ്ട്. അലക്സയ്ക്ക് അത് വർക്ക് ചെയ്യും. 2-way സ്പീക്കിംഗ്, വാണിംഗ് ഇൻഡിക്കേഷൻ ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെയാണ് വാണിംഗ് ഇൻഡിക്കേഷൻ വന്നത്. റെഡ് ആണെങ്കിൽ നോട്ട് കണക്റ്റഡ് ആയിരിക്കും, ഗ്രീൻ ആണെങ്കിൽ കണക്റ്റഡ് ആയിരിക്കും. കാണുമ്പോൾ തന്നെയാണ് ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാമറയാണ്. വളരെ ചെറിയൊരു ക്യാമറയാണ്. നമ്മുടെ ഇസ്യൂസിന്റെ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൈസിലും എല്ലാത്തിലും വളരെ ചെറിയൊരു ക്യാമറയാണ്. ഇതിന്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ റെസൊല്യൂഷൻ, ക്വാളിറ്റി, അതിന്റെ റെസ്പോണ്ട് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 5 വോൾട്ട് കൊടുത്ത് ഈ ക്യാമറ ഓൺ ചെയ്തതിന് ശേഷം നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഇതിന്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് വളരെ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. 1 മണിക്കൂറിനുള്ളിൽ പോരേണ്ട ഞാനായിരുന്നു 1 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറിയത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന് ക്യാമറ പോലുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ.